റിയ വന്നേ പിന്നെ ബസ്സിൽ പോക്ക് കുറവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ബസ്സിനെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് ബസ്സിൽ പോകുന്ന എന്താ വെച്ചാൽ പെങ്ങളെപ്പരം പോകുന്നതാണ്, അതായത് റിയന്റെ പെങ്ങള്. അങ്ങനെ നമ്മൾ നേരെ പോയത് റിയന്റെ പെങ്ങളെ മോൻ പഠിക്കുന്ന സ്കൂളിലേക്കാണ്. ഓനെ ഒന്ന് കാണാലാ, താനൊന്ന് സ്കൂളെല്ലാം കാണിച്ചു കൊടുക്കാലാന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ കാണാൻ പറ്റിയില്ല കേട്ടോ, അനാവശ്യമായിട്ട് അങ്ങനെ കേറ്റൂലാടാ. പിന്നെന്ന് വെച്ചാൽ അതിന്റെ ഇടയിൽ ബസ്സിൽ താനുപവിന്റെ ചെരുപ്പെല്ലാം വെച്ച് മറന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ റിയന്റെ ഷോപ്പിലേക്ക് പോയിട്ടാ. എനിക്ക് കുറച്ച് തണ്ടൽ പരിപാടിയെല്ലാം ഉണ്ട്. അപ്പൊ താനും ഇതാ ഞാൻ ഷോപ്പിലാക്കിയിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിക്കൊടുത്താൽ പിന്നെ അങ്ങനെ റിയനെ ചൊറയാക്കൂല കേട്ടോ. അപ്പൊ ഷോപ്പിൽ ഇതാ ഒരു റൂമിൽ ഇരുത്തിയിട്ടുള്ളത്. അങ്ങനെ ഞാനും പെങ്ങളും കൂടെ കൂടിയിട്ട് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. ശരിക്കും ടയേർഡായിരുന്നു കേട്ടോ. താനും ഈ ഷോപ്പിൽ തന്നെ വാങ്ങിക്കൊടുത്തിന്. പിന്നെ നമ്മൾ ജ്വല്ലറിയിൽ കയറിയിട്ടുണ്ടായിന്. അപ്പൊ അങ്ങക്ക് ഒരു വള മാറ്റാനുണ്ടായിന് കേട്ടോ. ശരിക്കും നമ്മൾ ടൗണിൽ വന്ന മെയിൻ ആയിട്ട് ഇതിനാണ്. പക്ഷെ താനും അങ്ങനെ ഇവിടെ കുറെ നേരം നിൽക്കൂലല്ലോ. അങ്ങനെ നമ്മൾ വളയെല്ലാം മാറ്റിയെടുത്ത് പിന്നെ എനിക്ക് എന്തിന്റെ സൂക്കേടാന്ന് അറിയില്ല, ഞാനിവിടെ ഒരു കുറിക്കറിയാണ്ട് ചേർന്ന് പോയി. അവരെന്നെ ചേർത്ത് എന്ന് വേണമെങ്കിൽ പറയാം. 1 ഇയറിന്റെ ആട്ടാ കഴിഞ്ഞാൽ ഏതായാലും 1 വർഷം കഴിയുമ്പോൾ നമുക്ക് സ്വർണ്ണെല്ലാം എടുക്കാലോ. അങ്ങനെ നമ്മൾ താനുനെയും കൂട്ടിയിട്ട് നേരെ ബസ്സിൽ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയെന്ന്.